കൊല്ലത്ത് ഇന്നലെ ഭാര്യയുടെ കാറ് തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് ഭർത്താവ് കത്തിച്ചു. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. കൊല്ലം കടപ്പാക്കട നായർ ഹോസ്പിറ്റലിനടുത്ത് നിള എന്ന ബേക്കറി നടത്തുകയാണ് അനില എന്ന 44കാരി. കൊട്ടിയം തഴുത്തല തുണ്ടി മേലേതിൽ വീട്ടിലെ അനിലയാണ് ആ ബേക്കറി ഇപ്പം നടത്തുന്നത്. പക്ഷേ അനിയുടെ ഭർത്താവും അതിനകത്ത് ഷെയർ ഉണ്ടെന്ന് പറയുന്നു. 35,000 രൂപ ഭർത്താവ് മുടക്കിയിട്ടുണ്ട്. അടുത്ത കാലത്ത് ഇവർ തമ്മിൽ സ്വരച്ചേർച്ചില്ലാതെ വന്നു. പുതിയ ബേക്കറി ആ കടപ്പാക്കട അല്ലെങ്കിൽ നിള എന്ന പേരിൽ ഒരു ബേക്കറി തുടങ്ങിയതിനകത്ത് കുറേ അധികം പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരാൾ. അയാളെ ഹനീഷ് എന്ന് പറഞ്ഞ ആള് 1,49,000 രൂപ മുടക്കിയിട്ടുണ്ട്. അനീഷ് ബേക്കറിയിൽ വരുന്നത് നേരത്തെ മുതൽ ഭർത്താവ് പത്മരാജൻ എതിർപ്പായിരുന്നു. ഭർത്താവിന് ഏകദേശം 10-60 വയസ്സുണ്ട്. ഈ അനീഷുമായിട്ട് ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ട് എന്നൊരു സംശയം ഭർത്താവിനുണ്ടായി. അത് കുറെ നാളുകളായിട്ടുണ്ട്. ഈ നിള ബേക്കറിയിലെ ഒരു 1.5 ലക്ഷത്തോളം രൂപ മുടക്കി അതിനെ സംബന്ധിച്ച് തർക്കമുണ്ടായി. ഭർത്താവ് അയാളെ വീട്ടിലോട്ടും കയറ്റില്ല, കടയിലും കയറ്റില്ല. ഭാര്യയുടെ പേരിൽ സംശയം. ഭാര്യ ഇയാളായിട്ട് മറ്റു ബന്ധങ്ങളുണ്ട്. അങ്ങനെയാണ് അയാൾ 1,49,000 രൂപ ബേക്കറി കയറി മുടക്കിയത്. അത് കൂടുതൽ മുടക്കി എന്ന് പറഞ്ഞാലും പല ആൾക്കാരും അതിനകത്ത് ഇടപെട്ട് ഈ ഭാര്യയും ഭർത്താവും അവർ തമ്മിലുള്ള വഴക്കും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഗുരുതരമാകും എന്ന് കരുതി അവരുടെ സുഹൃത്തുക്കൾ ഇടപെട്ടിട്ട് അനീഷിൻ്റെ അടുത്ത് അതിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞു. അയാൾക്ക് അവർ കണക്കെല്ലാം കൂട്ടിയും കുറച്ചുമൊക്കെ 1,49,000 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞു. 1,40,000 രൂപ ഭാര്യ കൊടുക്കണമെന്നാണ് ഭർത്താവ് കൊട്ടിയത്ത് ഒരു കാറ്ററിംഗ് സർവീസ് നടത്തുകയാണ്. ഭാര്യ ബേക്കറി നടത്തുകയാണ്. ഈ സാമ്പത്തിക ഇടപാടിനെ സംബന്ധിച്ചും പുതിയൊരു അനീഷ് എന്ന് പറഞ്ഞ ഒരാൾ അവിടെ വന്ന് ചേർന്ന് പണം മുടക്കാൻ തയ്യാറായി വന്നതും ഒക്കെ ഭർത്താവിന് സംശയമായി. ഇയാൾ കൂടെ ബേക്കറി വരുന്ന ആളാണ്, അയാളെ വിലക്കണം, അയാൾ മേലെ അവിടെ വരരുത് എന്നുള്ള രീതിയിൽ ഭർത്താവ് പത്മരാജൻ അവരെടുത്ത് പറഞ്ഞ് അവരത് വകവെച്ചില്ല. ബേക്കറി നല്ല രീതിയിൽ നടക്കട്ടെ. പുതിയ ബേക്കറി നിള എന്ന പേരിൽ അത് ഉദ്ഘാടനമൊക്കെ നടന്നു. അതിനുശേഷം അനീഷ് ആ ബേക്കറി സ്ഥിരം വരുന്നതായിട്ട് കണ്ടു. ഇതിനെ സംബന്ധിച്ച് ഒരു ദിവസം അയാൾ വന്ന സമയത്ത് ബേക്കറിയിലെത്തി അയാളുമായിട്ട് തർക്കിച്ചു. അയാളെ മുമ്പിൽ വെച്ച് ഭാര്യയെ അടിച്ചു. ഭാര്യയെ അടിച്ചു കഴിഞ്ഞപ്പം അനീഷ് ഇയാളെ അടിച്ചു. അവർ തമ്മിൽ അടിയുണ്ടായി. ഭാര്യയെ ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല. ഭർത്താവിനെ അനീഷ് എന്ന 10-35 വയസ്സുള്ള ആള് മർദ്ദിക്കുന്ന കണ്ടിട്ട് ഭാര്യ സഹായിച്ചില്ല എന്നാണ് ഭർത്താവിൻ്റെ ഒരു വാദം. വലിയ വൈരാഗ്യമായി. ആ സംഭവത്തിന് ശേഷം പിന്നെ വീട്ടിൽ പോകുന്ന അത്ര സുരക്ഷിതമല്ല എന്ന് കരുതിയിട്ട് ഭാര്യ ചെമ്മാമുക്കിലെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ബേക്കറി നടത്താനും അനീഷുമായിട്ടുള്ള ബിസിനസ് നടത്താനും ഒക്കെ വേണ്ടിയിട്ട്. അവരുടെ ബേക്കറി കുറെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന സോണി എന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാൾക്ക് 10-35 വയസ്സുണ്ട്. എന്നാലും ഭർത്താവിന്റെ വൈരാഗ്യം കൂടി ഭാര്യയും ഭർത്താവും പിണങ്ങി ഒരു വീട്ടിൽ താമസമാണെങ്കിലും 14 വയസ്സുള്ള ഒരു മകളുണ്ട് അവർക്ക്. എങ്കിലും ഭാര്യയുടെ പുതിയ ജീവിത രീതി അതിരുവിട്ട് പോകുന്നു എന്നാണ് ഭർത്താവിൻ്റെ വിചാരം. അതാണ് ഭർത്താവ് ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെട്ട് ഭാര്യയെ വിലക്കിക്കൊണ്ടിരുന്നതും. എന്തായാലും ഇതൊന്നും വകവെക്കാതെ അവര് ഇയാളുമായിട്ടുള്ള ബന്ധം തുടർന്നു. അയാളിൽ നിന്ന് പണവും വാങ്ങിച്ചു, ബേക്കറി നവീകരിച്ചു. എന്തായാലും ബേക്കറിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഭാര്യ കടപൂട്ടി വരുന്ന ചെമ്മാമുക്കിൽ പുതിയ വീടെടുത്തോട്ട് വരുമ്പം മിക്കവാറും പുതിയ വീടായതുകൊണ്ട് അനീഷ് എന്ന് പറഞ്ഞ പണം മുടക്കിയ ആളും കൂടെ ഉണ്ടാകും എന്നാണ് കരുതിയത്. അവര് കാറിൽ വരുന്ന സമയം ഇയാള് അവരെ പിന്നാലെ ഇയാളുടെ വാനിൽ, കാറ്ററിംഗ് സർവീസിലെ വാന് ഉണ്ട്, ആ വാനിൽ പിന്നാലെ വന്നു. ചെമ്മാമുക്കിൽ താമസിക്കുന്നതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇയാള് അവരുടെ വാഹനത്തോട് ചേർത്ത് നിർത്തി സ്വല്പം മുന്നോട്ട് കയറ്റി നിർത്തി തടഞ്ഞു. ഇയാളുടെ കൈവശം ഇരുന്ന ഒരു സ്റ്റീൽ ബക്കറ്റില് ഉണ്ടായിരുന്ന പെട്രോള്
ഭാര്യ ഓടിച്ചു വന്ന കാറിലേക്ക് ഒഴിച്ചു. ഭാര്യ ബെൽറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റില്ല. തീ കൊളുത്തി. അതുകൊണ്ട് തീ കാറിനുള്ളിൽ ആളിക്കത്തി. ഇവർക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവര് പൊള്ളലേറ്റ് കാറിനകത്ത് വീണു. ഈ സമയം അവരുടെ കൂടെ മുൻവശത്തിരുന്ന കാറിലുണ്ടായിരുന്ന സോണി അയക്കും പൊള്ളലേറ്റു. അയാള് എങ്ങനെയോ സീറ്റ് ബെൽറ്റ് ഊരി വെളിച്ചാടി. ഈ സമയത്ത് ഭർത്താവ് പത്മരാജൻ അയാളുടെ കാറിലേക്കും തീ പടർന്നു. അയാള് ഒരു തരത്തിൽ അയാളുടെ ബെൽറ്റ് ഊരി അയാൾ റോട്ടിൽ ചാടി. അയാള് സർവൈവ് ചെയ്തു. പക്ഷെ ഭാര്യ കാറിനകത്ത് പൊള്ളലേറ്റും മരിച്ചു. ആൾക്കാരെല്ലാം ഓടിക്കൂടി. അന്നേരം ഓടിക്കൂടിയെടുത്ത് പറയുന്നുണ്ട്, സോണി കാറിൽ നിന്ന് ചാടി പറഞ്ഞ പത്മനാണ് ഈ കാറ് കത്തിച്ചത്, ഇതാ അവൻ അവിടെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ. കാരണം ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ സോണിക്കറിയാം. അയാൾ അവിടുത്തെ ജീവനക്കാരനാണ്. ഏതായാലും ഇവരെ കൊല്ലാനായിട്ടാണ് ഇയാൾ വന്ന് കത്തിച്ചതെന്ന് പറഞ്ഞാൽ ആള് മാറിപ്പോകാതിരിക്കാൻ അയാളോട് വന്ന് വിളിച്ചു പറയുകയാണ്. ഇയാള് ബക്കറ്റിലാണ് ഈ പെട്രോൾ കൊണ്ടുവന്നത്. സാധാരണ ആൾക്കാർ ഒരു കുപ്പിയോ വലിയ കുപ്പി 2 കുപ്പി, അപ്പം കൂടുതൽ സമയം എടുക്കും. ഇത് നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം അങ്ങോട്ട് ഒഴിക്കുന്നത് പോലെ ഒരു ബക്കറ്റ് പെട്രോൾ കാറിന്റെ അങ്ങോട്ട് ചേർത്ത് നിർത്തി ഇവരെ ദേഹത്തോട്ട് ആ കാറിനകത്തോട്ട് ഒഴിച്ചു. അത് കത്തിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പെട്ടെന്ന് അവർ മരിക്കാനാണ്. അവരുടെ സീറ്റ് ബെൽറ്റ് അഴിക്കാൻ ശ്രമിച്ചു. തീ പടർന്ന് കത്തി, ആളിക്കത്തി, ഇയാളുടെ വാഹനത്തിലും കത്തി. ഇയാൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങി. ഇയാൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്, ആശുപത്രിയിൽ കൊണ്ടുപോയി. ഈ ഒരു സംഭവം ഇന്നലെ രാത്രിയിൽ അവിടെ ചെമ്മാമുക്കിൽ ഭീതി വളർത്തി. മെയിൻ റോഡ് സൈഡിൽ ആണ് കാറ് കത്തുന്നത്. ആൾക്കാർ ഓടിക്കൂടി. ഒരാൾ കാറിൽ നിന്ന് ചാടി വെളി വന്നപ്പം അവർ വിചാരിച്ച് ഇയാൾ മാത്രമായിരിക്കും വണ്ടി ഓടിച്ച് വന്നതെന്ന്. പക്ഷെ അതിൻ്റെ അകത്തൊരു ലേഡി ഉണ്ട് എന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. പക്ഷെ ആൾക്കാർക്ക് അടുക്കാൻ പറ്റിയില്ല. ആ തീ കത്തി അവര് അമർന്നു. ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സംശയം, ഒരു ഇഷ്യൂ. ഭാര്യ ഭർത്താവിനൊട്ട് സപ്പോർട്ട് ചെയ്തില്ല. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. അവർ വീട് വാടകയ്ക്ക് ഒരെണ്ണം എടുത്തു. ഭർത്താവിന് അത് സഹിക്കാൻ പറ്റിയില്ല. അയാൾക്ക് ഇപ്പൊ 60ഓളം വയസ്സുണ്ട്. അവർക്ക് 44 വയസ്സ്, അവരിലും 16 വയസ്സ് മൂപ്പാണ്. ഒരു 35 വയസ്സുള്ള ഒരു പയ്യൻ, ഒരു യങ്സ്റ്റർ ഒരാള് ഇപ്പൊ അവരോട് വന്ന് ചേർന്നു. ഇതൊക്കെ അവരുടെ കുടുംബജീവിതത്തിന്റെ ഭദ്രത തകർത്ത സംഭവങ്ങൾ തന്നെയാണ്. അതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കരുത്. കഴിവുള്ളിടത്തോളം ക്ഷമിച്ചും അങ്ങ് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുക. ഇവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അനില തനിക്ക് ഇതുപോലൊരു അപകടം ഉണ്ടാകുന്നു. വൈരാഗ്യം വന്നു കഴിയുമ്പം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഭർത്താവിന്റെ വൈരാഗ്യമാണ് ഭാര്യയുടെ. ഒരു കുട്ടിയുണ്ട് അവർക്ക്. ഈ പുതിയ ആളുമായിട്ടുള്ള ബന്ധം അയാൾ കണ്ടെത്തി അതിനെ എതിർത്തുകൊണ്ട് അയാൾ പുതിയ ബേക്കറി തുടങ്ങിയതിന്റെ പണം തിരിച്ചു കൊടുക്കണം, അവരുമായിട്ട് മുന്നോട്ടൊരു ബന്ധവും പാടില്ല എന്ന് തീരുമാനമെടുത്തു. അത് ഇടനിലക്കാരൊക്കെ അംഗീകരിച്ച് പണം 1.5 ലക്ഷത്തോളം തിരികെ കൊടുക്കാം എന്ന് തീരുമാനം എത്തുകയും ചെയ്തു. അപ്പൊ അയാളെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം അവരുടെ രണ്ടുപേരെ അഭ്യുതകാംക്ഷികളും ആ ഇടനിലക്കാരും കൂടെ സ്വീകരിച്ചിരുന്നെങ്കിലും കൈവിട്ടുപോയി കാര്യങ്ങൾ. വൈരാഗ്യ മനസ്ഥിതി ഉള്ള അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ജീവിച്ചിരിക്കുന്ന ഇനിയും ഇതുപോലെയുള്ള പ്രശ്നത്തിൽ നിന്ന് അയാൾ പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനീഷിനെ ആ കാറിൽ തന്നെ ഉണ്ടാവും. കൂടെ വരുന്നത് അനീഷ് ആയിരിക്കും. ആ വാടക വീട്ടിലേക്ക് അവനും ഒപ്പമായിട്ടാണ് വരുന്നതെന്ന് കരുതിയാണ് അയാൾ കൃത്യം ചെയ്ത്. അയാൾക്ക് സോണിയോട് വൈരാഗ്യമില്ല. പക്ഷെ സോണി ഈ സംഭവം മുഴുവൻ കണ്ടു. അത് പത്മരാജൻ തന്നെയാണ് അത് ചെയ്തതെന്ന് യാതൊരു സംശയമില്ല. ദൃക്സാക്ഷിയാണ്. ഏതായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിലെ ഭാര്യാഭർത്താക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ അവർ വിള്ളല് വീണ് കഴിഞ്ഞാൽ, അത് പ്രത്യേകിച്ച് വേറൊരാളുമായിട്ടുള്ള ഒരു അടുപ്പമാണെന്നുണ്ടെങ്കിൽ ഭർത്താവിന് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്മാറ്റാൻ ഒരു കൗൺസിലിംഗ് കൊണ്ട് കഴിയുന്നില്ല. ആ വൈരാഗ്യസ്ഥിതി മനസ്സിൽ കിടന്ന അത് അവിടെ കിടന്ന് തിളച്ചു മറിഞ്ഞ അതിൻ്റെ അവസാനം ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ പൊതുവെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.